സ്വാഗതം. ഫസ്റ്റ് റൗണ്ടപ്പ് നോക്കാം. തലക്കെട്ട്. ജീവനക്കാരുടെ മിന്നൽ സമരത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ താറുമാറായി. 70ഓളം സർവീസുകൾ റദ്ദാക്കി. ഗൾഫ് സർവീസുകൾ മുടങ്ങി. കാത്തിരുന്ന് വലഞ്ഞ് യാത്രക്കാർ. രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് വന്നതാണ്. എന്നാൽ അവർക്ക് ഈ സമരമൊക്കെ പ്രഖ്യാപിക്കുന്നപ്പോൾ ഇന്നലെ ഒരു ദിവസം ഞങ്ങൾ മെയിൽ അയക്കുക എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ 4 മണിക്ക് വരേണ്ട കാര്യമില്ല. മസ്കറ്റിലേക്ക് പോകാൻ വേണ്ടി വന്നതാ. നമുക്ക് വിസ തീരും 12-ാം തീയതി. നമ്മുടെ വിസ തീരും. നമുക്കിനി ആകെ 2 ദിവസമുള്ളൂ. അവർ ടിക്കറ്റ് റീഷെഡ്യൂൾ തന്നതിന് ശേഷം 2 ദിവസം കൂടെ ഉള്ളൂ നമുക്ക് ബാക്കി. ജീവനക്കാരെ പിന്തുണച്ച് ഡൽഹി റീജിയണൽ ലേബർ കമ്മീഷണർ. KPCC അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് പിന്നാലെ MM ഹസനോടുള്ള അതൃപ്തി പരസ്യമാക്കി കെ സുധാകരൻ. ഹസനെടുത്ത തീരുമാനങ്ങൾ വേണമെങ്കിൽ പുനഃപരിശോധിക്കും. കൂടിയാലോചന നടന്നില്ല. ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മൾ തീരുമാനമെടുക്കും. ചുമതല കൈമാറാൻ ഹസൻ എത്തിയില്ല. ആസ്ട്രാസെനക്ക കോവിഡ് വാക്സിൻ പിൻവലിച്ചു. ഉൽപാദനവും വിതരണവും നിർത്തിവെക്കുന്നുവെന്ന് കമ്പനി. നടപടി പാർശ്വഫലങ്ങൾ സംബന്ധിച്ചതിന് പിന്നാലെ വാക്സിൻ ഇന്ത്യയിൽ വിതരണം ചെയ്തത് കോവിഷീൽഡ് എന്ന പേര്. BJPയെ പേടിച്ചാണോ പ്രചാരണത്തിനിറങ്ങാതെ മുഖ്യമന്ത്രി വിദേശത്ത് പോയതെന്ന് VD സതീശൻ. വടകരയിലെ വിവാദമായ കാഫിർ പരാമർശം കോടതിയിലേക്ക്. വാട്സാപ്പ് ചാറ്റിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകൻ ഹർജി നൽകി. SSLC പരീക്ഷാ ഫല പ്രഖ്യാപനം ഇന്ന് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി ഫലം പ്രഖ്യാപിക്കും. പ്ലസ് 2 സീറ്റുകളിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി മീഡിയ വൺ. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ മാധ്യമപ്രവർത്തകന് ദാരുണാന്ത്യം. കൊല്ലപ്പെട്ടത് മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ AV മുകേഷ്. ആനയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ അപകടം. ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് 2ാം സെമി. റയൽ മാഡ്രിഡ് ബയേൺ മ്യൂണിക്കിനെ നേരിടും. IPL ഇന്ന് ഹൈദരാബാദ് ലക്നൌ പോരാട്ടം. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കി. 70-ലധികം സർവീസാണ് ഇന്നലെയും ഇന്നുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. യാത്രക്കാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ ടിക്കറ്റുകൾ മറ്റ് ദിവസങ്ങളിലേക്ക് പുനഃക്രമീകരിച്ചു നൽകി. രാജ്യത്താകെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 250ഓളം ജീവനക്കാരാണ് മിന്നൽ പണിമുടക്ക് നടത്തിയത്. അലവൻസ് കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള അപ്രതീക്ഷിത പ്രതിഷേധത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ താളം തെറ്റി. ഇന്നലെയും ഇന്നുമായി പുറപ്പെടേണ്ട 70ഓളം വിമാന സർവീസുകളാണ് മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത്. വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് പലരും സർവീസ് റദ്ദാക്കിയ വിവരം അറിഞ്ഞത്. റീഷെഡ്യൂൾ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്ട്രൈക്ക് തുടരുന്ന നാളിൽ അവർക്കൊരു ഉറപ്പ് വരാൻ അവർ പറഞ്ഞിട്ടുണ്ട്. നാളത്തേക്ക് റീഷെഡ്യൂൾ ചെയ്താലും ഈ ഫ്ലൈറ്റ് നാളെ ക്യാൻസൽ ചെയ്യുമോ എന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്നത്തേക്ക് പോകേണ്ട പാസഞ്ചേഴ്സിന് വേറൊരു വിസ്താരയോ 3 മണിക്കുള്ള വിസ്താരയോ അത് വൈകിട്ടത്തേക്ക് ഫ്ലൈറ്റ് അവർ അറേഞ്ച് ചെയ്യാനോ അവർ തയ്യാറല്ല. യാത്രക്കാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്ത് നൽകി പ്രശ്നം പരിഹരിച്ചെങ്കിലും ജീവനക്കാരുടെ പ്രതിഷേധ സമരം എപ്പോൾ അവസാനിപ്പിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിനിടെ സമരം ചെയ്യുന്ന എയർ ഇന്ത്യ ജീവനക്കാരെ പിന്തുണച്ച ഡൽഹി റീജിയണൽ ലേബർ കമ്മീഷണർ രംഗത്തെത്തി. ജീവനക്കാരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്ന് എയർ ഇന്ത്യ മാനേജ്മെന്റിന് ലേബർ കമ്മീഷണർ കത്തയച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് HR വിഭാഗം വിവേകശൂന്യമായി പ്രവർത്തിച്ചെന്നും കത്തിലുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കൊച്ചി. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് ദുരിതത്തിലായി യാത്രക്കാർ. ഉപജീവനത്തിനു വേണ്ടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നവരെയാണ് വിമാനം റദ്ദാക്കിയത് പ്രധാനമായും ബാധിച്ചത്. ജോലിയിൽ തിരികെ പ്രവേശിക്കേണ്ട അവസാന ദിനമായിരുന്നതിനാൽ ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് ചിലർ. കുവൈറ്റിൽ ബക്കാലയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി ജാഫറിന് 3 മാസത്തെ അവധി കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കേണ്ട അവസാന ദിവസമായിരുന്നു ഇന്ന്. രാവിലെ 9 മണിക്ക് കരിപ്പൂരിൽ നിന്നും കുവൈറ്റിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ജാഫർ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത വിവരമറിയുന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയുമില്ല. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. എൻ്റെ 180 ദിവസമാണ് കുവൈറ്റിലെ കാലാവധി. 180ാമത്തെ ദിവസം ഞാൻ ഇന്ന് പോകുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് മുൻപേ ഇറങ്ങിയില്ലെങ്കിൽ എൻ്റെ വിസ ഓൾറെഡി ഓട്ടോമാറ്റിക് കട്ടാവും. അപ്പോൾ ഇവർക്ക് യാതൊരു സൊല്യൂഷനും ഇല്ല എന്നാണ് പറഞ്ഞത്. വേറൊരു ഫ്ലൈറ്റ് തരുമോ അല്ലെങ്കിൽ വേറെ ടിക്കറ്റ് ഏർപ്പാട് ചെയ്ത് തരുമോ ഒരു ഇതുമില്ല. റീഫണ്ട് തരാം അല്ലെങ്കിൽ ഡേറ്റ് ചേഞ്ച് ആയി തരാം എന്ന് മാത്രമേ ഇവർ പറയുന്നുള്ളൂ. ഓരോരുത്തർക്കും ഓരോരോ ബുദ്ധിമുട്ടുകൾ. ഞാൻ വണ്ടിയിൽ വരുമ്പോൾ അത്താണിക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് മെസ്സേജല്ല വന്നത്. വെറുതെ കോൾ വിളിച്ചിട്ട് പറയുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാൻസൽ എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങൾക്കൊന്നും ഒന്നും അറിയില്ല എന്ന്. നമ്മളത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടല്ലേ വരുന്നത്. അവരത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇത്രയും പൈസ മുടക്കി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടത് അവരൊന്നും മനസ്സിലാക്കുന്നില്ലത്. ചിലർക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണ സാധനങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയായിരുന്നു.
ഞങ്ങൾ സാധനമൊക്കെ അയാൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി വരുന്നതല്ല, അതൊക്കെ കുഴപ്പമില്ല. ടിക്കറ്റ് പുനഃക്രമീകരിച്ചു നൽകിയെങ്കിലും ജീവനക്കാരുടെ സമരം തുടർന്നാൽ യാത്രക്കാർ വീണ്ടും പ്രതിസന്ധിയിലാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്. KPCC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ MM ഹസനെ വിമർശിച്ച് K സുധാകരൻ. ഹസന്റെ തീരുമാനങ്ങൾ പലതും കൂടിയാലോചന ഇല്ലാതെയാണെന്നും ഇത് പുനഃപരിശോധിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. ചുമതല കൈമാറുന്ന ചടങ്ങിൽ നിന്ന് MM ഹസൻ വിട്ടുനിന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതോടെയാണ് K സുധാകരൻ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് താൽക്കാലികമായി മാറിയത്. പകരം ചുമതല UDF കൺവീനർ കൂടിയായ MM ഹസന് നൽകി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കസേര തിരികെ കിട്ടാതായതോടെയാണ് സുധാകരൻ ഇടഞ്ഞത്. ഒടുവിൽ AICC തന്നെ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. പ്രധാന നേതാക്കൾ എത്തിയില്ലെങ്കിലും പ്രവർത്തകരുടെ വലിയ നിര സുധാകരനെ KPCCയിലേക്ക് സ്വീകരിക്കാനെത്തി. MM ഹസൻ പങ്കെടുക്കാത്തതിന്റെ നീരസം സുധാകരൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഹസൻ എടുത്ത തീരുമാനങ്ങൾ പോലും പുനഃപരിശോധിച്ചേക്കും. ഒന്ന് പുള്ളിനൊന്ന് കണ്ടുപിടിച്ചിട്ട് ചോദിക്കണം കേട്ടോ. ചോദിക്കണം. സസ്പെൻഡ് ചെയ്യപ്പെട്ട പല ആളുകളെയും തിരിച്ചെടുക്കുന്നു. കൂടിയാലോചന നടന്നോ? കൂടിയാലോചന നടന്നില്ല. ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മൾ തീരുമാനിക്കുന്നു. പാർട്ടിക്കകത്ത് പ്രശ്നമൊന്നുമില്ലെന്നാണ് K സുധാകരൻ പറയുന്നത്. എന്നാൽ തന്നെ കസേരയിൽ നിന്ന് വലിച്ചിടാൻ ശ്രമം തുടരുമെന്ന് സുധാകരന് ഉറപ്പുണ്ട്. കണ്ണൂരിൽ ജയിച്ചാൽ കസേര ഒഴിയേണ്ടി വരുമോ എന്ന ആശങ്കയും. മീഡിയ 1 തിരുവനന്തപുരം. ആസ്ട്രാസെനക്ക കോവിഡ് വാക്സിൻ പിൻവലിച്ചു. പാർശ്വഫലങ്ങൾ സംബന്ധിച്ചതിന് പിന്നാലെയാണ് കമ്പനിയുടെ നടപടി. കോവിഷീൽഡ് എന്ന പേരിൽ ഇന്ത്യയിലും വിതരണം ചെയ്ത വാക്സിനാണ് ആസ്ട്രാസെനക്ക. കോവിഡ് വാക്സിന്റെ ഉൽപ്പാദനവും വിതരണവും നിർത്തിവെക്കുന്നുവെന്നാണ് ആസ്ട്രാസെനക്ക അറിയിക്കുന്നത്. വിപണിയിൽ ആവശ്യകത കുറഞ്ഞതിനെ തുടർന്നാണ് തീരുമാനം എന്ന് ഔദ്യോഗിക വിശദീകരണം. കോവിഡ് മഹാമാരി സമയത്ത് ബ്രിട്ടീഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രാസെനക്ക ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് ആസ്ട്രാസെനക്ക. ഈ വാക്സിന് പാർശ്വഫലങ്ങളുണ്ടെന്ന് കമ്പനി കഴിഞ്ഞയാഴ്ച കോടതിയെ അറിയിച്ചിരുന്നു. അപൂർവ സന്ദർഭങ്ങളിൽ രക്തം കട്ടപിടിക്കാനും പ്ലേറ്റ്ലെറ്റ് എണ്ണം കുറയാനും കാരണമാകുന്ന അവസ്ഥയ്ക്ക് വാക്സിൻ കാരണം ആകുമെന്നാണ് കമ്പനി കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. വാക്സിൻ എടുത്തതിന് പിന്നാലെ തലച്ചോറിൽ രക്തം കട്ടപിടിച്ച് ആശുപത്രിയിലായ വ്യക്തികൾ നൽകിയ കേസിലായിരുന്നു കമ്പനിയുടെ സത്യവാങ്മൂലം. ആസ്ട്രാസെനക്കയുടെ വാക്സിനാണ് കോവിഷീൽഡ് എന്ന പേരിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുത്തിവെച്ച കോവിഡ് വാക്സിൻ. ഇന്ത്യയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വാക്സിൻ ഉൽപ്പാദനവും വിതരണവും നടത്തിയത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. BJPയെ പേടിച്ചിട്ടാണോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാതെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയതെന്ന് VD സതീശന്റെ ചോദ്യം. സംസ്ഥാനം വിവിധ പ്രശ്നങ്ങളിൽ മുങ്ങി നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര CPM പരിശോധിക്കണമെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ചാർജ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട്. നിയമാനുസൃതമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓബ്ലിഗേഷൻ. അതുപോലും ചെയ്യാതെയും ആരും അറിയാതെയുമാണ് വഴിവരുത്തുന്നതെന്ന് അദ്ദേഹം പുറപ്പെട്ടതിൽ അറിഞ്ഞത് പലരും. അതറിഞ്ഞോ? അത്ര സീക്രസിയിൽ പോകേണ്ടുന്ന കാര്യം എന്താണെന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. ാണ് ചോദിക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ശൈലിയുണ്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. മറ്റ് പാർട്ടികളെക്കാൾ വ്യത്യസ്തമായ ഒരു ശൈലിയാണ് അവരെപ്പോഴും അനുവർത്തിക്കാറുള്ളത് എന്നാണ് അവർ പറയാറുള്ളത്. അപ്പോൾ ഇത്രയേറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും മിക്കവാറും എല്ലാ സീറ്റുകളും നടക്കാൻ വേണ്ടി പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ വടകരയിലെ കാഫിർ പ്രചാരണം കോടതിയിലേക്ക്. വാട്സാപ്പ് സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകൻ PK മുഹമ്മദ് കാസിം കോടതിയെ സമീപിക്കും. ഇത് സംബന്ധിച്ച പരാതികളിൽ പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഈ സ്ക്രീൻഷോട്ടാണ് വടകര തെരഞ്ഞെടുപ്പിന് ശേഷവും ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നത്. വടകര തിരുവല്ലൂരിലെ യൂത്ത് ലീഗ് പ്രവർത്തകൻ PK മുഹമ്മദ് കാസിം എന്നയാളുടേതാണ് വാട്സപ്പ് സന്ദേശം എന്നായിരുന്നു CPM പരാതി. താൻ ഷെയർ ചെയ്തതല്ലെന്ന് മനസ്സിലാക്കിയ കാസിം അന്ന് തന്നെ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം വിളിപ്പിച്ചു. ഒരു 4 മണിക്കൂറോളം സമയമെടുത്തുകൊണ്ട് എൻ്റെ ഫോണടക്കമുള്ള മൊബൈൽ ഡാറ്റാസുകൾ പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഞാൻ കുറ്റക്കാരനല്ല എന്നുള്ള രീതിയിലുള്ള സംസാരം അവിടെ നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രേഖാപരമായിട്ട് രേഖ തരുമോ എന്ന് ചോദിച്ചപ്പോൾ രേഖ തരാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. തന്റേതല്ല സന്ദേശമെന്ന് വ്യക്തമായിട്ടും പോലീസ് ഈ സ്ക്രീൻഷോട്ടിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ലെന്നാണ് കാസിന്റെ പരാതി. ഞാൻ ഇപ്പം നിലവിൽ പരാതി ആദ്യം തന്നെ കൊടുക്കുമ്പോൾ KK ലതികയുടെയും അമ്പാടിമുക്ക് സാക്കൾ എന്നുള്ള FB പേജിൻ്റെയും പ്രൊഫൈലടക്കം വെച്ചുകൊണ്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത്. 19ഓളം ആളുകളാണ് ഇതിൻ്റെ അഡ്മിന്മാരായിട്ടുള്ളത്. അവരെ ഒരാളെ ചോദ്യം ചെയ്താൽ തന്നെ എന്താക്കും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നിലവിൽ
എന്താക്കിയിട്ടില്ല പോലീസ്. ആ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. വടകര കോടതിയിൽ സ്വകാര്യ അന്യായവും ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യാനാണ് കാസിം തീരുമാനിച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിൽ നിന്നും മെറ്റയിൽ നിന്നും വിവരം ആരാഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണം നടക്കുന്നുവെന്നുമാണ് പോലീസ് നൽകുന്ന വിശദീകരണം. വ്യാജ സന്ദേശത്തിന് പിന്നിലുള്ളവരെ പിടികൂടെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് നാളെ വടകരയിൽ SP ഓഫീസ് മാർച്ച് നടത്തുന്നുണ്ട്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്. മുസ്ലിം ലീഗ് ഭാരവാഹികളെ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ലീഗ് ജനറൽ സെക്രട്ടറിയെ മാറ്റണമെന്ന് സമസ്ത പറഞ്ഞിട്ടില്ല. ഭാരവാഹികളെ തീരുമാനിക്കാൻ പാർട്ടിക്ക് സംവിധാനമുണ്ടെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ലീഗ് ജനറൽ സെക്രട്ടറി PM A സലാമിനെ മാറ്റണമെന്ന സമസ്ത നേതാവ് ഉമർ ഫൈസി മുഖത്തിന്റെ പരാമർശമാണ് ഈ പ്രതികരണത്തിന് ആധാരം. ലീഗിന്റെ ആഭ്യന്തര കാര്യമല്ലേ, ലീഗല്ലേ തീരുമാനിക്കേണ്ടത്. ലീഗിന്റെ ഭാരവാഹികൾ ആരായിരിക്കണം എന്നൊക്കെ മുസ്ലിം ലീഗാണ് തീരുമാനിക്കുക. മുസ്ലിം ലീഗിന്റെ കൗൺസിലുണ്ട്, അതിന്റെ എക്സിക്യൂട്ടീവ് ഉണ്ട്, അവരൊക്കെയാണല്ലോ തീരുമാനിക്കുക. സമസ്തയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, സമസ്ത അങ്ങനെ പറയില്ല. ഇടുക്കി ചിന്നക്കനാൽ ഭൂമി കേസിൽ മാത്യു കോൾനാടൻ MLA അടക്കം 21 പേരെ പ്രതിയാക്കി വിജിലൻസ്. ഇടുക്കി വിജിലൻസ് യൂണിറ്റാണ് കേസെടുത്തത്. ക്രമക്കേടുണ്ടെന്ന് അറിഞ്ഞിട്ടും കോൾനാടൻ ഭൂമി വാങ്ങിയെന്നും FIR-ൽ ചൂണ്ടിക്കാട്ടുന്നു. 2012 മുതൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥരടക്കം 21 പേരെ പ്രതി ചേർത്താണ് വിജിലൻസ് FIR. കേസിൽ 16-ാം പ്രതിയാണ് മാത്യു കോൾനാടൻ. ദേവികുളം തഹസിൽദാറായിരുന്ന ഷാജിയാണ് 1-ാം പ്രതി. നിയമപ്രകാരമുള്ള 1 ഏക്കർ 23 സെന്റോളം ഭൂമിയിൽ മിച്ചഭൂമി കേസുള്ള കാര്യം മറച്ചുവെച്ച് രജിസ്ട്രേഷൻ നടത്തിയെന്നും നികുതി വെട്ടിച്ചെന്നുമായിരുന്നു വിജിലൻസ് കണ്ടെത്തൽ. പട്ടയത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് അധിക ഭൂമി കയ്യേറിയെന്നും മതിൽ നിർമ്മിച്ചെന്നുമുള്ള വിജിലൻസ് റിപ്പോർട്ട് റവന്യൂ വകുപ്പ് ശരിവെക്കുകയും ചെയ്തു. 1,92 ലക്ഷം രൂപ ആധാരത്തിൽ കാണിച്ച വസ്തുവിന് നാമനിർദ്ദേശത്തിനൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ മാത്യുവിന്റെ ഷെയറായി 3.5 കോടി രൂപയാണ് കാണിച്ചിരിക്കുന്നതെന്നും 7 കോടി മതിപ്പ് വിലയുണ്ടായിട്ടും സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും അടയ്ക്കാതെ ഖജനാവിന് നഷ്ടം വരുത്തിയെന്നും കാട്ടി CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനാണ് വിജിലൻസിൽ പരാതി നൽകിയത്. മീഡിയ 1, ഇടുക്കി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനമേറ്റുവെന്ന് CBI. ക്രിമിനൽ ഗൂഢാലോചന നടത്തിയ പ്രതികൾ ബെൽറ്റും കേബിളും വെച്ച് സിദ്ധാർത്ഥനെ ആക്രമിച്ചുവെന്നും CBI കോടതിയെ അറിയിച്ചു. സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടുകളുടെ ഫലങ്ങളും വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി ഡൽഹി എയിംസിലേക്ക് അയച്ചു. CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. SSLC പരീക്ഷാ ഫലം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. മുൻ വർഷത്തേക്കാൾ 11 ദിവസം നേരത്തെയാണ് ഇക്കുറി ഫലം വരുന്നത്. പരീക്ഷകൾ പൂർത്തിയായി 43-ാം ദിനമാണ് SSLC ഫലം വരുന്നത്. പതിവ് പോലെ ഉച്ചയ്ക്ക് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗിക ഫലപ്രഖ്യാപനമുണ്ടാകും. തൊട്ടു പിന്നാലെ തന്നെ വെബ്സൈറ്റുകൾ മുഖേന വിദ്യാർത്ഥികൾക്ക് ഫലം ലഭ്യമായി തുടങ്ങും. PRD ലൈവ് ആപ്പ് വഴിയും ഫലമറിയാൻ സൌകര്യമൊരുക്കിയിട്ടുണ്ട്. ഫലം വന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രവേശന നടപടികൾ ആരംഭിക്കാനാണ് വകുപ്പിന്റെ തീരുമാനം. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാർക്ക് അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ച മാർജിനൽ സീറ്റും അതുപോലെ മാറ്റിയ ബാച്ചുകളുണ്ടല്ലോ, അതെല്ലാം 1-ാം അലോട്ട്മെന്റ് കൂടെ തന്നെ അതും കൂടെ ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 99.7 ആയിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ വിജയശതമാനം. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇക്കുറി അത് കൂടുമോ കുറയുമോ എന്നതാണ് പ്രധാന ചോദ്യം. കണക്കിലേക്ക് കടന്നാൽ ആകെ 4,27,105 വിദ്യാർത്ഥികൾ ഫലം കാത്തിരിക്കുന്നുണ്ട്. ഇതിൽ 2,17,525 പേർ ആൺകുട്ടികളും 2,09,580 പേർ പെൺകുട്ടികളുമാണ്. 70 ക്യാമ്പുകളിലായി 10,863 അധ്യാപകർ മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായി. മീഡിയ 1, തിരുവനന്തപുരം. ഉത്തരക്കടലാസ് കാണാതായെന്ന പരാതിയിൽ നടപടിയെടുക്കാതെ കാലിക്കറ്റ് സർവകലാശാല. തൃശൂർ പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ BA പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയുടെ ഉത്തരക്കടലാസാണ് കാണാതായത്. പരാതി നൽകി 2 മാസം കഴിഞ്ഞു. തൃശൂർ ചാലക്കുടി പനമ്പള്ളി ഗവൺമെന്റ് കോളേജിൽ 2022-2025 അധ്യയന വർഷത്തിൽ BA പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായിരുന്ന നിർമ്മൽ റാണി ജോസിന്റെ 2ാം സെമസ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സ് മീഡിയ പരീക്ഷയുടെ ഉത്തരക്കടലാസാണ് കാണാതായത്. റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയങ്ങളിലും വിജയിച്ചെങ്കിലും ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സ് മീഡിയ എന്ന വിഷയത്തിന് മാത്രം പരാജയപ്പെട്ടു. പുനർമൂല്യനിർണ്ണയത്തിന് ശ്രമിച്ചപ്പോഴാണ് ഉത്തരക്കടലാസ് കാണാതായ വിവരം ലഭിക്കുന്നത്. തുടർന്നാണ് യൂണിവേഴ്സിറ്റി അധികൃതർക്ക് പരാതി നൽകിയത്. പരാതി നൽകി 2 മാസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയുണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉത്തരക്കടലാസുകൾ കാണാതാകുന്നത് പതിവാണെന്നും ഇതിനെതിരെ സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് പ്രതിപക്ഷ സംഘടനകളുടെ ആവശ്യം. സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്. വാർത്താ റിപ്പോർട്ടിങ്ങിനിടെ കാട്ടാന ആക്രമണത്തിൽ മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ AV മുകേഷ് കൊല്ലപ്പെട്ടു. പാലക്കാട് ബ്യൂറോയിൽ ക്യാമറമാനായിരുന്ന മുകേഷ് മലമ്പുഴ വേനോലിയിൽ കാട്ടാന ഇറങ്ങിയ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് അപകടം. അതിജീവനം എന്ന ലേഖന പരമ്പരയിലൂടെ ദുരിതമനുഭവിച്ച നിരവധി പേർക്ക് സഹായം എത്തിച്ചതിലൂടെ ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകനാണ് പരപ്പനങ്ങാടി സ്വദേശി മുകേഷ്.
രാവിലെ മലമ്പുഴ വേനൂലിയിലെ എളമ്പരക്കാടിന് സമീപം ആനയിറങ്ങിയ വിവരം ലഭിച്ചാണ് പാലക്കാട്ടെ മാതൃഭൂമി സംഘം പ്രദേശത്തെത്തിയത്. ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ കാട്ടാന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ ക്യാമറമാൻ മുകേഷ് മറിഞ്ഞു വീണു. ഈ സമയം ആന ആക്രമിക്കുകയായിരുന്നു. മുകേഷിന്റെ ഇടുപ്പിന് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 1 വർഷമായി മാതൃഭൂമിയുടെ പാലക്കാട് ബ്യൂറോയിൽ ജോലി ചെയ്യുകയാണ് മുകേഷ്. ദീർഘകാലം ഡൽഹി ബ്യൂറോയിലും ജോലി ചെയ്തിരുന്നു. ക്യാമറമാൻ എന്നതിലുപരി മാതൃഭൂമി.com അതിജീവനം എന്ന പേരിൽ നിരവധി ലേഖനങ്ങളും മുകേഷ് പ്രസിദ്ധീകരിച്ചിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു മുകേഷിന്റെ എഴുത്തുകൾ. രോഗവും ദുരിതവും അനുഭവിച്ച നിരവധി പേർക്ക് മുകേഷിന്റെ കുറിപ്പിലൂടെ സഹായം ലഭിച്ചിട്ടുണ്ട്. 110 കുറിപ്പുകളാണ് അതിജീവനത്തിൽ മുകേഷ് എഴുതിയത്. മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി അവത്താൻ വീട്ടിൽ ദേവിയുടെയും പരേതനായ ഉണ്ണിയുടെയും മകനാണ് മുകേഷ്. ടിഷയാണ് ഭാര്യ. മീഡിയ 1 പാലക്കാട്. പത്തു വർഷമായി കൈവിട്ട തെലങ്കാനയിലെ സെക്കന്ദരാബാദ് മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പരിശ്രമത്തിലാണ് കോൺഗ്രസ്. ഇതിനുവേണ്ടി BRS MLA ആയ ദാനം നാഗേന്ദ്രനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിട്ടുള്ളത്. MLA സ്ഥാനം രാജിവെക്കാതെയാണ് ദാനം നാഗേന്ദ്രൻ BRSൽ നിന്ന് കോൺഗ്രസിലെത്തിയത്. മണ്ഡലം രൂപീകരിച്ചതു മുതൽ കൂടുതൽ തവണ വിജയിച്ച സെക്കന്ദരാബാദ് തിരിച്ചുപിടിക്കാൻ ദാനം നാഗേന്ദ്രന്റെ ജനസമിതി വേണം കോൺഗ്രസിന്. സിറ്റിംഗ് MPയും കേന്ദ്രമന്ത്രിയുമായ കിഷൻ റെഡ്ഡിയാണ് ദാനം നാഗേന്ദ്രൻ നേരിടുന്നത്. To vote to Congress because this fight is between Rahul Gandhi ji and Modi ji. People want a secular party in the country. പിന്തുണയുമായി രംഗത്തുള്ള CPIM പ്രചരണ രംഗത്തും സജീവമാണ്. जो गठबंधन है इंडियन गठबंधन CPM पार्टी की तरफ से एक कॉन्स्टिट्यूंसी में हम खड़ा हुए अगला 16 सीट्स में कांग्रेस को सपोर्ट कर रही है. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നേരിട്ട് തന്നെ മണ്ഡലത്തിലെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. തലസ്ഥാന നഗരിയിലെ മണ്ഡലം തിരിച്ചുപിടിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. സെക്കന്ദരാബാദിൽ നിന്നും ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഇർഷാദ് പടന്ന, മീഡിയ 1. മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലത്തിൽ നോട്ടയ്ക്ക് വോട്ട് തേടി ക്യാമ്പയിൻ ശക്തമാക്കിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ബാം പത്രിക പിൻവലിച്ച് BJPയിൽ ചേർന്നതിനാലാണ് നോട്ടയ്ക്ക് വേണ്ടി പ്രചാരണം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത്. സ്ഥാനാർത്ഥി BJPയിൽ എത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരാജയമാണെന്ന് BJP ജില്ലാ അധ്യക്ഷൻ ഗൗരവ് രൺദീപ് മീഡിയ 1നോട് പറഞ്ഞു. BJPയുടെ ശക്തി കേന്ദ്രമായ ഇൻഡോറിൽ വിജയമേറെ ദുഷ്കരമായിരുന്നെങ്കിലും യുവനേതാവിനെ രംഗത്തിറക്കി കടുത്ത മത്സരം കാഴ്ചവെക്കാമെന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ബാമിന്റെ കൂറുമാറ്റത്തോടെ അസ്തമിച്ചത്. SUCA സ്ഥാനാർത്ഥിക്കോ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കോ പിന്തുണ നൽകണമോ എന്ന് കോൺഗ്രസ് ചർച്ച ചെയ്തെങ്കിലും വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. തുടർന്നാണ് നോട്ടക്ക് വോട്ട് ചെയ്യാൻ നേതൃത്വം തീരുമാനിച്ചത്. उसको लेकर आम जनता और BJP के कई मानसिक वाले वोटरों का कहना है कि हम अब भाजपा को वोट नहीं देंगे, हम नोटा को वोट देंगे. കോൺഗ്രസിന് അടിത്തറയില്ലെന്നും മോദിയിലുള്ള വിശ്വാസം കൊണ്ടാണ് എല്ലാവരും BJPയിൽ എത്തുന്നതെന്നും BJP इंडोर अध्यक्ष गौरव रणदीप मीडिया 1 പറഞ്ഞു. कांग्रेस के भी ऐसे सभी लोग जो ये सोचते हैं कि इन द लार्जर इंटरेस्ट ऑफ इंडिया वी हैव टू गो एंड ज्वाइन BJP वो आ रहे हैं. സിറ്റിംഗ് MP ശങ്കർ ലാൽവാനിയാണ് BJPയുടെ സ്ഥാനാർത്ഥി. ജനാധിപത്യത്തിന്റെ ഘാതകരെ പാഠം പഠിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി നോട്ട് കോട്ട് ചെയ്യുക എന്ന ക്യാമ്പയിനാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത്. ഇൻഡോറിലെ കോൺഗ്രസ് ഓഫീസിൽ നിന്നും സനോജ് കുമാർ വെപ്പൂരിനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1. ഹജ്ജിന് വേണ്ടി ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ സംഘം നാളെ മദീനയിലെത്തും. ഹൈദരാബാദിൽ നിന്നും ശ്രീനഗറിൽ നിന്നുമാണ് ആദ്യ വിമാനങ്ങൾ എത്തുക. 10ഓളം വിമാനങ്ങളിലായി 3000-ലേറെ ഇന്ത്യൻ ഹാജിമാർ നാളെ മദീനയിലെത്തും. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ഈ മാസം 21-നാണ്. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണ് ഈ വർഷത്തെ ഹജ്ജിനുള്ള ആദ്യ സംഘം തീർത്ഥാടകർ മദീനയിൽ എത്തുന്നത്. ഇതോടെ ഈ വർഷത്തെ ഹജ്ജ് സീസണിന് തുടക്കമാകും. ഹൈദരാബാദിൽ നിന്നും ശ്രീനഗറിൽ നിന്നും ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനങ്ങൾ മദീനയിൽ ഇറങ്ങും. രാവിലെ 5-നാണ് ആദ്യ വിമാനം. മദീന വിമാനത്താവളത്തിൽ ഇറങ്ങുന്നവരെ ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരും ഹജ്ജ് മന്ത്രാലയ ഉദ്യോഗസ്ഥരും സ്വീകരിക്കും. 3000-ലേറെ ഹാജിമാരാണ് നാളെ എത്തുക. തുടർന്നുള്ള ദിനങ്ങളിലും ഇത് തുടരും. ഇന്ത്യയിൽ നിന്നും ഈ വർഷം 1,75,025 പേരാണ് ഹജ്ജ് കർമ്മങ്ങൾക്കായി എത്തുന്നത്. ഇവരിൽ 1,40,020 പേരാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി എത്തുക. 35,005 പേർ സ്വകാര്യ ഗ്രൂപ്പ് വഴിയാണ്. മദീനയിൽ ഇറങ്ങുന്ന ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞ് ജിദ്ദയിൽ നിന്നാകും മടങ്ങുക.
18,019 പേരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കേരളത്തിൽ നിന്നും എത്തുക. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ഈ മാസം 21-ന് കരിപ്പൂരിൽ നിന്നാകും. ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിട്ടില്ല. കൊച്ചിയിൽ നിന്ന് ഈ മാസം 26-നും കണ്ണൂരിൽ നിന്ന് ജൂൺ 1-നും വിമാനങ്ങൾ പുറപ്പെടും. ഇവർക്ക് ഹജ്ജ് കഴിഞ്ഞാകും മദീന സന്ദർശനം. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, മദീന. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പോലിത്ത അഥനാസിയസ് യോഹന്നാൻ ഇന്നലെ ഗുരുതരമായി തുടരുന്നു. അമേരിക്കയിലെ ടെക്സസിൽ പ്രഭാത സവാരിക്കിടെയാണ് KP യോഹന്നാനെ വാഹനം ഇടിച്ചത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ സ്ഥാപകനും അധ്യക്ഷനുമാണ് യോഹന്നാൻ. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം അത്യാഹിത വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ചാമ്പ്യൻസ് ലീഗ് രണ്ടാം സെമിയുടെ രണ്ടാം പാദത്തിൽ റയൽ മാഡ്രിഡ് ഇന്ന് ബയൺ മ്യൂണിക്കിനെ നേരിടും. ആദ്യ പാദത്തിൽ ഇരു ടീമുകളും 2-2 സമനില വഴങ്ങിയിരുന്നു. ബയണിന്റെ തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ സമനില നേടിയെടുക്കാനായത് റയലിന് മുൻതൂക്കം നൽകുന്നു. പുലർച്ചെ 12:30 റയലിന്റെ തട്ടകമായ സാന്റിയാഗോ ബെർണബ്യൂവിലാണ് മത്സരം. IPL ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. പ്ലേ ഓഫ് സാധ്യത സജീവമാക്കാൻ ഇരു ടീമുകൾക്കും ജയം അനിവാര്യമാണ്. നിലവിൽ ഇരു ടീമുകൾക്കും 11 കളികളിൽ നിന്ന് 12 പോയിന്റാണുള്ളത്. രാത്രി 7:30 ഹൈദരാബാദിന്റെ മൈതാനമായ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്വർണം വെള്ളി നിരക്ക്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ brought to you by വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 6,605 രൂപ, പവൻ 57,840 രൂപ. 18 കാരറ്റ് ഗ്രാമിന് 5,515 രൂപ, പവന് 44,120 രൂപ. വെള്ളി ഗ്രാമിന് 88 രൂപ.